ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൻ്റെ പ്രിവ്യൂ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രിവ്യൂവിൽ ഇതൊക്കെ ആർട്ടിക്കിളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ആർട്ടിക്കിളെല്ലാം പോയി നോക്കിയിട്ട് വേണം അനാലിസിസിലേക്ക് വരാൻ. നമുക്ക് എപ്പോഴും ന്യൂസിന് കണ്ടിന്യൂറ്റി ആണ് വേണ്ടുന്നത്. അങ്ങനെ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഓർത്ത് വെക്കാൻ പറ്റും. സോ പ്രീവിയസ് ആർട്ടിക്കിൾ എല്ലാം തന്നെ പഠിച്ചിട്ടാണ് ഇന്നത്തെ അനാലിസിസിലേക്ക് വന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. GS പേപ്പർ 3 എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ആർട്ടിക്കിളാണ് വെൻ ഗ്ലോബൽ ഫേംസ് ഡിസ്എൻഗേജ് എംപ്ലോയ്മെൻറ്റ് സഫേഴ്സ്. സോ മെയിനായിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പം എന്താ സംഭവിക്കുക, കൂടുതൽ ഫാക്ടറീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടേഴ്സ് അതൊക്കെ തന്നെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും ഇല്ലേ. അങ്ങനെ ഒരു കമ്പനീസോ മാനുഫാക്ചറിങ് സെക്ടേഴ്സോ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ എംപ്ലോയ്മെൻറ്റ് കിട്ടുമില്ലേ. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിനെയാണ് നമ്മൾ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. സോ പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വന്നിട്ട് ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് FDI എന്ന് പറയാം. ഇങ്ങനെ ഇന്ത്യയിലേക്ക് FDI വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഫാക്ടറീസും കമ്പനീസും ഒക്കെ ഡെവലപ്പ് ആവുമില്ലേ. അങ്ങനെ ജോബ് ക്രിയേഷൻ ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസ്, ഫാക്ടറീസ്, ഇങ്ങനെയുള്ള ഫോറിൻ കമ്പനീസൊക്കെ നമ്മുടെ രാജ്യം വിട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, എംപ്ലോയ്മെൻറ്റിനെ തന്നെ ആയിരിക്കും. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീസെൻ്റ്ലി ഫോർഡ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഇല്ലേ. സോ എത്ര പേരുടെ ജോലിയാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ നോക്കേണ്ടത്. സോ ഇതിൻ്റെ ബേസിസിലുള്ള ഡേറ്റാസ് നോക്കാം. മെയിൻസ് ആൻസറിന് ഡേറ്റാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2021 റിലീസ് ചെയ്തത്. സോ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ജൂലൈയും ഓഗസ്റ്റും കൂടിയാണ് കമ്പയർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മാസത്തിലുള്ള വേരിയേഷനാണ് പറയുന്നത്. സോ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ് ഫസ്റ്റ് പറയുന്നത്. സോ ജൂലൈയിൽ നോക്കുവാണെങ്കിൽ 7% ഓഗസ്റ്റിലേക്ക് വന്നപ്പോഴേക്കും അതെന്ത് ചെയ്തു, 8.3%. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു മാസത്തിനുള്ളിൽ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി. ഇത് കൂടാതെ തന്നെ നമ്മൾ ഫിഗറായിട്ട് പറയുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ജൂലൈയിൽ 399.7 മില്യൺ ആണെങ്കിൽ ഓഗസ്റ്റ് എത്തിയപ്പോഴേക്കും അത് 397.8 മില്യനായി. സോ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ 1.9 മില്യൺ ജോബ്സാണ് പലർക്കും നഷ്ടമായിട്ടുള്ളത്. ഒരു ജോബ് ലോസ് നോക്കുവാണെങ്കിൽ നമ്മൾ സെക്ടർ വൈസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പം പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെറിഷറി സെക്ടർ ഉണ്ട് അല്ലേ. സോ പ്രൈമറി സെക്ടർ ആയിട്ടുള്ള ഫാം സെക്ടറിലാണ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതൽ ജോബ് പോയിട്ടുള്ളത്. ഇങ്ങനെ ജോലി പോകുന്നവർക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചറിങ് സെക്ടേഴ്സിലൊക്കെ അവർ പോകാറുണ്ട് അല്ലേ. അതായത് മുമ്പ് ഫാമേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും, പിന്നീട് കൺസ്ട്രക്ഷൻ വർക്ക്സിന് പോകും. അങ്ങനെ ഫാം സെക്ടറിൽ ജോലി നഷ്ടപ്പെട്ടവരെ പിന്നീട് അടുത്ത സെക്ടറായിട്ടുള്ള നോൺ ഫാം ജോബ്സ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സെക്ടേഴ്സിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ജോലിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഒരു സെക്ടറിൽ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത സെക്ടറിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ജോലിയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ക്വാളിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ജോബിൻ്റെ ക്വാളിറ്റി കുറയുമ്പോഴേക്കും അവിടെ സാലറിയും കോംപ്രമൈസ് ആവുമില്ലേ. സോ ഇൻകം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഫാക്ടറാണ് ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി നഷ്ടപ്പെടുന്നവരെ നോൺ ഫാം ജോബിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ ഫാം ജോബ്സ്, അത്തരത്തിലുള്ള ജോബ്സിൽ 6.8 മില്യൺ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് അത്രയും റേറ്റിലുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് വരുമ്പോഴേക്കും 8.7 മില്യൺ ജോബ് ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഈ ഒരു നോൺ ഫാം ജോബ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് ബിസിനസ് ഫീൽഡിലും സ്മോൾ ട്രേഡിലുമാണ്. പക്ഷേ മാനുഫാക്ചറിങ് സെക്ടേഴ്സിലേക്കൊക്കെ പോകുമ്പോഴേക്കും അവിടെയും ജോബ് ലോസ് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 0.94 മില്യൺ ജോബ് ലോസ് ആണ് മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ നിന്നുള്ള ഡേറ്റാസ് കാണിക്കുന്നത്.
എംപ്ലോയ്മെൻറ്റ് സസ്റ്റൈനബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ ഫാമേഴ്സ് മാത്രമല്ല ലേബേഴ്സുമുണ്ട്. അതായത് ഈ ഒരു ലേബേഴ്സിന് സീസണൽ ആയിട്ടുള്ള ആ ഒരു വർക്കാണ് ഈ ഒരു അഗ്രികൾച്ചർ കൊടുക്കുന്നത്. കാരണം ഇപ്പം സീസണൽ ലേബർ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ കൊയ്ത്തുള്ളപ്പം, അതായത് അത് വിളഞ്ഞ് അത് കൊയ്യാറാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലേബേഴ്സിന് വർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ജോബ് എന്ന് പറയുന്നത് സീസണലാണെന്ന് പറയാം. സോ ഈ ഒരു സീസൺ അല്ലാത്ത ടൈമിൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ സെക്ടറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ സെക്ടറിൽ തന്നെ ജോബ് ലോസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ സെക്ടറിലുള്ള വർക്കേഴ്സ് തന്നെ ഇപ്പം ജോലി തേടി നടക്കുകയാണ് ഇല്ലേ. സോ അവിടെയുള്ള ആ ഒരു ഹൗസ് ഹോൾഡ് സെക്ടറിലുള്ള എല്ലാ സർവീസസ് ആണെങ്കിൽ തന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ജോബ് സീക്കേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇത്തരത്തിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ജോബ് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിലും അല്ലെങ്കിൽ ഹൈ എൻഡ് സർവീസിലും ഇല്ലാതിരിക്കുമ്പോഴേക്കും നമ്മുടെ എക്കണോമിക് റിക്കവറിയെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് തിയറിയെ പറ്റി പറയുന്നുണ്ട്, എലമെൻ്ററി എക്കണോമിക് തിയറി. ഈ ഒരു തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എക്കണോമിയിൽ ഒരു റിവൈവൽ ഉണ്ടാവണമെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവണം, അതായത് ഔട്ട്പുട്ട് ഉണ്ടാവണം അല്ലേ. ഇതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഉണ്ടായിരിക്കണം. സോ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്തും ഔട്ട്പുട്ടും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന കീ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ FDI ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഫോറിൻ കൺട്രീസ് വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണില്ലേ. സോ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മഗ്ഡി ആണെങ്കിലും KFC ആണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസാണ്. സോ ഇവരെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോക്കലി ഉള്ള ജനങ്ങൾക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസ് നമ്മുടെ എക്കണോമി തകരുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിയിൽ അവർക്കൊരു ബെനിഫിറ്റ് ഇല്ലാതിരിക്കുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലേ. ഇത് നമ്മുടെ എക്കണോമിയെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ FDI ഇൻഫ്ലോ വരുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിനാണ്. ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇപ്പം ഈ ഒരു കൊറോണ വൈറസും പാൻഡമിക്കും സബ്സിക്വൻ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ ഒക്കെ വന്നതോടുകൂടി ഈ ഒരു ഓട്ടോമൊബൈൽ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡിമാൻഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. സോ എക്കണോമിയിൽ അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഓട്ടോമൊബൈലിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു വീക്കറായിട്ടുള്ളൊരു സെക്ടറായിട്ട് മാറി. ഇത് കൂടാതെ തന്നെ സെമി കണ്ടക്ടറിൻ്റെ ഷോർട്ടേജ്, കാരണം സപ്ലൈ ചെയിനെയും ഈ ഒരു പാൻഡമിക് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സോ സെമി കണ്ടക്ടറിൻ്റെ ഷോർട്ടേജും കൂടി ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഓട്ടോമൊബൈലിൻ്റെ പ്രൊഡക്ഷനും കുറഞ്ഞു. സോ ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള പല ഇൻഡസ്ട്രീസും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോഴേക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് എംപ്ലോയീസിൻ്റെ ജോബാണ് നഷ്ടമാവുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനുഫാക്ചറിങ് എക്കോസിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ സഡനായിട്ട് നമ്മുടെ രാജ്യം വിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കണോമി ആണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ സഡനായിട്ട് നമ്മുടെ രാജ്യം വിട്ട് ഒരു ഹൈ പ്രൊഫൈലിലുള്ളൊരു ഗ്ലോബൽ ഫേം പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് രീതിയിലാണ് നമ്മുടെ എക്കണോമിയെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കമ്പനീസ്, അതായത് പൊട്ടൻഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോഴേക്കും ഒരു നല്ല പ്രൊഫൈലിലുള്ള ഹൈ പ്രൊഫൈലിലുള്ള ഒരു ഗ്ലോബൽ ഫേം ഇന്ത്യൻ മാർക്കറ്റ് വിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഒരു ലൊക്കേഷനിൽ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരു അപ്രിഹെൻഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ നമ്മുടെ ഇവിടെ ഉള്ള മറ്റ് FDI ഇൻഫ്ലോസിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കും. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും അല്ലേ. ഇത് കൂടാതെ തന്നെ ഇവർ പോകുമ്പം കുറേ പേരുടെ ജോലി നഷ്ടമാക്കിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഡിസ്ട്രാക്റ്റ് ആക്കിക്കൊണ്ടാണ് പോകുന്നത്. സോ ഇവിടുത്തെ ഏക സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഇന്ത്യ ഇസ് നോട്ട് എ ബൈസ്റ്റാൻഡർ ഇൻ ദി ഓക്കസ് സാഗ. സോ ഓക്കസ് എന്ന് പറയുമ്പം നമുക്കറിയാം ട്രൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. കുറേ ദിവസമായിട്ട് ഈ ഒരു ഓക്കസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്ക് മിക്സ്ഡ് ഫീലിങ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇന്ത്യക്ക് ആകെയുള്ളൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാഡ് ഗ്രൂപ്പിങ്ങിനെ ഇത് ഓവർഷാഡോ ചെയ്യും എന്നുള്ളത് മാത്രമാണ്.
സോ ഈ ഒരു ട്രൈലാറ്ററൽ എഗ്രിമെൻറ്റിനെ പറ്റി നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ഡിഫൻസ് കോപ്പറേഷനും കൂടിയാണ് ഇല്ലേ. സോ ബ്രിട്ടനും US-നും ന്യൂക്ലിയർ സബ്മറൈൻ ടെക്നോളജി ഉണ്ട്. ഈ ടെക്നോളജി ഓസ്ട്രേലിയയുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് ഓസ്ട്രേലിയക്ക് ആ ഒരു പസഫിക് റീജിയനിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിയും കൂടി കിട്ടുവാണെങ്കിൽ ചൈനയുടെ ആ ഒരു അഗ്രസീവ് നേച്ചറിനെ തടയാൻ പറ്റും. ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറൈൻ ടെക്നോളജീസ് അവിടുത്തെ ആ നേവിക്ക് അഡീഷണൽ ആയിട്ടുള്ള കേപ്പബിലിറ്റി ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പം ലോങ് ഡിസ്റ്റൻസിലുള്ള ഡൈവ്സ് ആണെങ്കിലും ഹൈ സ്പീഡിൽ ഇപ്പം ഡിറ്റക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ അറ്റാക്കുകൾ ലോഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് കൊടുക്കുന്നത്. സോ സിംപ്ലി വളരെ ഈസി ആയിട്ട് സൗത്ത് ചൈന സീയിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആയിട്ടുള്ളത് ഫ്രാൻസ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ലൂപ്പിലും പെടാത്തൊരു രാജ്യമായിട്ട് ഫ്രാൻസ് മാറി. ഈ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ചൈനയെ കൗണ്ടർ ചെയ്യാനാണ് മിക്ക ഗ്രൂപ്പിങ്ങും വരുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഡയറക്റ്റ് എയിം അതല്ലെങ്കിലും ഇൻഡയറക്റ്റ് എയിം അത് തന്നെയാണെന്ന് നമുക്കറിയാം. സോ ചൈനയുടെ ഈ ഒരു അഗ്രഷൻ അതിനെതിരായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സെയിം ട്രാക്കിൽ വരുന്നത് 5 രാജ്യങ്ങളാണ്. US, UK, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഇന്ത്യ. സോ ഇതിൽ ഫ്രാൻസിനെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പം കോഡ് ഗ്രൂപ്പിങ്ങിലുണ്ട് അല്ലേ. സോ ഈ ഒരു ഓക്കസ് ഗ്രൂപ്പിൽ ഇന്ത്യ ഇല്ല എങ്കിൽ തന്നെയും കോഡ് ഗ്രൂപ്പിങ്ങിൽ ഇന്ത്യ പാർട്ടാണ്. സോ ഫ്രാൻസ് ഇത് രണ്ടിലും പാർട്ടല്ല. അതുമാത്രമല്ല ഓസ്ട്രേലിയയുമായിട്ടുള്ള ഫ്രാൻസിൻ്റെ ആ ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ തന്നെ ഇപ്പം ഡിലേ ആണ്, ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. സോ ഫ്രാൻസ് ആണ് എല്ലാത്തിൽ നിന്ന് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഏക രാജ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിങ്ങിൽ ഫ്രാൻസ് അപ്സെറ്റ് ആണ്. ഇവിടെ മെയിനായിട്ട് ഇൻഡോ പസഫിക് ആണ് വരുന്നത്. കോഡ് ഗ്രൂപ്പിംഗ് ആണെങ്കിലും ഓക്കസ് ആണെങ്കിൽ തന്നെയും ഇവിടുത്തെ കോർ സെൻറ്റർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോ പസഫിക് തന്നെയാണ്. ഈ ഒരു ഇൻഡോ പസഫിക് റീജിയനിൽ ഫ്രാൻസിന് ഒരുപാട് ടെറിട്ടറീസ് ഉണ്ട്, ബേസസും ഉണ്ട്. സോ ഈ ഒരു UK പോലെ തന്നെ വളരെ എന്താ പറയുന്നത് ഹിസ്റ്റോറിക്കലി തന്നെ ഉള്ളൊരു പവറാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഇൻഡോ പസഫിക്കിൽ നമുക്കൊരു പവർ ഷിഫ്റ്റ് കാണാം. ആ ഒരു വെസ്റ്റേൺ റീജിയനിൽ നിന്ന് ഇപ്പോൾ ഈസ്റ്റേൺ റീജിയനിലേക്ക് ഒരു ചരിവുണ്ടില്ലേ. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡോ പസഫിക് റീജിയൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റീജിയനിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പവർ എന്ന് പറയുന്നത് ചൈനയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ ചൈനയെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ത്യയുടെ ആ ഒരു മിക്സ്ഡ് ഫീലിങ്സിനെ ഒന്ന് കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഓക്കസ് എന്ന് പറയുന്നത് കോഡിന് ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിന് അതിൻ്റേതായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ ഈ ഒരു ഓക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിം ചേഞ്ചർ ആവത്തേ ഉള്ളൂ എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ആർട്ടിക്കിളാണ് കോംപ്ലെക്സ് കൗണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് കാസ് സെൻസസിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ഒരു കാസ് സെൻസസ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഗുഡ് ആയിട്ടുള്ളൊരു ഡേറ്റ കിട്ടുന്നത് വളരെ ഡിഫിക്കൽട്ടാണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. എന്നാൽ നമുക്ക് ആ ഒരു ഡേറ്റ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സോഷ്യൽ പോളിസിയെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ഡേറ്റ സഹായിക്കുമെന്നാണ് ഈ ആർട്ടിക്കിൾ സെൻട്രലി പറയുന്നത്. സോ നമുക്ക് ഈ ഒരു നാഷണൽ കാസ് സെൻസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ പറ്റി പറയുകയാണെങ്കിൽ മിക്കപ്പോഴും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്താ പറയുന്നത്, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് കാസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരിക്കണം, അങ്ങനെ ഒരു സൊസൈറ്റിയാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാസ്റ്റ് സെൻസസിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇതേ പൊളിറ്റിക്കൽ ലീഡർ ഉന്നയിക്കുന്നതില്ലേ. എന്നാൽ ഈ ഒരു കാസ്റ്റ് സെൻസസ് എന്ന് പറയുമ്പോഴേക്കും അതിൽ ഡാറ്റാസ് ആണുള്ളതില്ലേ, അതായത് ഒരു സ്റ്റാറ്റിറ്റിക്സ് ആണുള്ളതില്ലേ. ആ ഒരു സ്റ്റാറ്റിറ്റിക്സ് നമുക്ക് എന്താണ് ഇപ്പോൾ ഒരുപാട് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ. ഈ പ്രോഗ്രാംസിൽ അത്തരത്തിൽ ആ ഒരു റിസർവേഷൻ കൊടുക്കേണ്ട ആ ഒരു കാസ്റ്റിനെ പ്രിസർവ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തില്ലേ, എന്തുകൊണ്ട് ഇന്ന കാസ്റ്റിന് പ്രയോറിറ്റി കൊടുത്തു, ഇന്ന കാസ്റ്റിനെ എന്തുകൊണ്ട് ലെഫ്റ്റ് ഔട്ട് ആക്കി, ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാസ്റ്റ് സെൻസുകൾ സഹായിക്കുമില്ലേ. സോ ഇവിടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ഏൻഷ്യൻ ടൈമിലാണെങ്കിലും മെഡിവൽ ടൈമിലാണെങ്കിലും ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട് അല്ലേ. താഴെ തട്ടിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ ഷാഡോ പോലും ഇംപ്യൂർ ആണെന്ന് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഏൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്നത്. മെഡിവൽ ടൈമിലേക്ക് പോകുമ്പോഴേക്കും ആ ഒരു സൊസൈറ്റിയെ കാസ്റ്റിൻ്റെ ബേസിസിലായിരുന്നു തരം തിരിച്ചിരുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഒരു 21st സെഞ്ച്വറിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു സൊസൈറ്റിയിൽ വന്നിട്ട് എത്രത്തോളം സെക്യുലാരിസം പറഞ്ഞാലും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവർ കൺസർവേറ്റീവ് ആവും. അതായത് അവരുടെ ഉള്ളിലേക്ക് കാസ്റ്റ് ഫീലിങ്സ് വരും ഇല്ലേ. സോ ഈ ഒരു കാസ്റ്റ് ഫീലിങ്സ് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെ ഒരു ഗ്രേറ്റ് നേഷനായിട്ട് മാറ്റാൻ പറ്റാത്തത്. ഗ്രേറ്റ് നേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും എക്കണോമി ആണെങ്കിലും ആർട്ടാണെങ്കിലും നോളജ് ആണെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിനെ ഡിസേബിൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാസ്റ്റ് ഫീലിങ്സ് ആണ്.
സോ ഈ ഒരു കാസ്റ്റ് ഫീലിങ്സ് സൊസൈറ്റിയെ സെപ്പറേറ്റ് ചെയ്യും ഇല്ലേ, പക്ഷേ കാസ്റ്റ് സെൻസസിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ഒരു ബെനിഫിറ്റ്സിനെ പറ്റിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോളിസി മേക്കിംഗ് ഉണ്ട് അല്ലേ, അതിൽ നമുക്ക് എപ്പോഴും ഈ ഒരു ആവശ്യക്കാരിലേക്കാണ് ചില സ്കീംസുകളും പോളിസീസും എത്തേണ്ടത്. അതിനെയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ഐഡിയ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത്തരത്തിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കാസ്റ്റ് ബേസ്ഡ് സെൻസസ് വേണം. കാരണം ഇപ്പോൾ റിസർവേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി മേക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കാസ്റ്റ് സെൻസസിൽ നിന്ന് എടുക്കാൻ പറ്റും. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാസ്റ്റ് ഡേറ്റയിൽ നിന്ന് താഴെത്തട്ടിലുള്ള സെക്ഷനെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുകളിലുള്ള സെക്ഷനെയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ അപ്പർ ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രിവിലേജ് ആയിട്ട് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഏത് കമ്മ്യൂണിറ്റിയാണ് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇനിക്വാളിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ തന്നെയും റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എഡ്യൂക്കേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ തന്നെയും അവിടെ ഒരു ഇനിക്വാളിറ്റീസ് ഉണ്ടല്ലേ. ഈ ഒരു ഇനിക്വാളിറ്റീസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാസ്റ്റ് സെൻസസ് സഹായിക്കും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആർട്ടിക്കിൾ 340 പ്രകാരം മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സസിൻ്റെ കണ്ടീഷൻസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യണം. ഈ കമ്മീഷൻ ആയിരിക്കണം ഗവൺമെൻറ്റിന് വേണ്ടുന്ന റെക്കമെൻഡേഷൻസ് കൊടുക്കേണ്ടത്. സോ ആർട്ടിക്കിൾ 340 പ്രകാരം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സെക്ഷൻസിനെ കണ്ടുപിടിക്കാൻ. സോ അതിനു വേണ്ടി സഹായിക്കുന്നത് കാസ്റ്റ് സെൻസസ് തന്നെയാണ്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മിത്തുകളുണ്ട്. ഈ മിത്തുകളെ എല്ലാം തന്നെ നമുക്ക് പുറന്തള്ളി കളയാനും ഇത്തരത്തിലുള്ള ഡേറ്റാസ് സഹായിക്കും. ഇത് കൂടാതെ തന്നെ ചില ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കീംസോ പ്ലാൻസോ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ തെറ്റുകൾ വരാറുണ്ട്. അതായത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷൻസും ഉണ്ടാവും, ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഇവർ കറക്റ്റായിട്ടുള്ള അതാ ഒരു ബെനിഫിഷ്യറീസിന് തന്നെയാണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അല്ലാതെ എന്താണ് ആവശ്യമില്ലാത്തവരെയാണോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, പ്രോപ്പറായിട്ടുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കാസ്റ്റ് സെൻസസ് സഹായിക്കും. ഇത് കൂടാതെ തന്നെ സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് അവൈലബിൾ അല്ല. സോ ഈ ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഡേറ്റാസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സോഷ്യൽ പോളിസിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. MOD സ്ട്രൈക്ക് ₹22,000 crore ഡീൽ വിത്ത് എയർബസ്. സോ സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസും മിനിസ്ട്രി ഓഫ് ഡിഫൻസും കൂടി ചേർന്നിട്ടുള്ള അഗ്രിമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. സോ 1960കളിൽ ഇന്ത്യ പ്രൊക്യൂർ ചെയ്തിട്ടുള്ള എയർക്രാഫ്റ്റിനെ, ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയായിരുന്നു ആ ഒരു ടൈമിൽ പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഏജ്ഡ് ആയിട്ടുണ്ട്. സോ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിനെ പ്രൊക്യൂർ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ ഒരു ഡീലിൽ 56 എയർക്രാഫ്റ്റ് ആണ് എഗ്രിമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 16 എണ്ണം ഡയറക്റ്റായിട്ട് സ്പെയിൻ എന്ത് ചെയ്യും, ഡെലിവർ ചെയ്യും. ബാലൻസ് ഉള്ള റിമൈനിങ് ആയിട്ടുള്ളത് ടെക്നോളജി ട്രാൻസ്ഫർ വഴി ഇന്ത്യയിൽ തന്നെ ഇൻഡിജീനിയസ്ലി മാനുഫാക്ചർ ചെയ്യും. സോ ഈ ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ C-295 ആണ്. C-295ന് 5 to 10 കപ്പാസിറ്റിയാണുള്ളത്. സോ ഈ ഒരു കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചില റീജിയൻസിലൊക്കെ നമുക്ക് ഹെവിയർ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഒന്നും അസസബിൾ അല്ലായിരിക്കും. ആ ഒരു ടൈമിൽ ട്രൂപ്സിനെയൊക്കെ അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകളുടെ ആവശ്യമെന്ന് പറയുന്നത്. സോ ഈ ഒരു എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ സ്പെയിനിൽ നിന്ന് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടെന്ന്. ഈ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ വഴി ഈ ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. സോ പ്രൈവറ്റ് സെക്ടർ മിലിറ്ററി എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആദ്യത്തെ പ്രോജക്റ്റാണിത്. ഈ ഒരു പ്രൈവറ്റ് സെക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. സോ ഈ ഒരു ടാറ്റയെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹൗസ് ഹോൾഡിലും അവിടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരിക്കണമെന്നാണ്. സോ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ നാനോ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്നൊവേഷൻ തന്നെയായിരുന്നു ഇല്ലേ.
അപ്പം തന്നെ ഇതാണ് ഇപ്പോൾ ഏറ്റവും പുവർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ടാറ്റ സോൾട്ട് അവൈലബിൾ ആണല്ലേ. സോ ഈ ഒരു ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടാറ്റ സാൾട്ട് ആയിരുന്നു. അതിനുശേഷം കാസ് ആയിട്ട് മാറി. ഒപ്പം തന്നെ എന്താണ് ഇപ്പം എയർബസിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ മിലിറ്ററി എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒരു പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വരികയാണ്. സോ ഈ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ വിത്തിൻ 10 ഇയേഴ്സിനുള്ളിലായിരിക്കും ഈ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഇന്ത്യ റിജക്ട് ചൈന അക്യൂസേഷൻസ് ഓൺ ക്ലാഷ്. സോ ചൈനയുടെ ഫോറിൻ മിനിസ്ട്രിയോട് ബോർഡർ മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളും LAC ക്രൈസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ ഒരു കമൻറ്റ്സ് പറഞ്ഞത്. സോ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് ഇന്ത്യ ക്രോസ് ചെയ്തത് കൊണ്ടാണ്, അതായത് ആ ഒരു ബോർഡർ മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഇന്ത്യ വയലേറ്റ് ചെയ്തത് കൊണ്ടാണ് ലാസ്റ്റ് ഇയറിൽ ഗൽവൻ വാലി ഇൻസിഡൻറ്റ് ഉണ്ടായതെന്നാണ് ചൈനയുടെ ഫോറിൻ മിനിസ്ട്രിയുടെ കമൻറ്റ്. വർഷങ്ങളായിട്ട് ഇന്ത്യയും ചൈനയ്ക്കും ഇടയിൽ ഒരുപാട് ട്രീറ്റീസും എഗ്രിമെൻറ്റ്സും നടക്കുന്നുണ്ട് അല്ലേ. സോ ഇന്ത്യ എപ്പോഴും ഈ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചൈനയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ലഡാക്കിലെ ആ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പൊസിഷനുമായി ബന്ധപ്പെട്ട് ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടില്ല. നമ്മുടെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയറും കൺസിസ്റ്റൻറ്റുമായിരുന്നു എന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറയുന്നത്. സോ സിംപ്ലി ഈ ഒരു ചൈനയുടെ യൂണിലാറ്ററൽ ആയിട്ടുള്ള അറ്റംപ്റ്റ് കാരണമാണ് ഇത്തരത്തിലുള്ള ബൈലാറ്ററൽ അറേഞ്ച്മെൻറ്റുകൾ ചേഞ്ച് ആവുന്നത് എന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. മിസോറാം ഫിയേഴ്സ് ഫ്രഷ് ഇൻഫ്ലക്സ് ഫ്രം മയന്മാർ. സോ പ്രിവ്യൂവിൽ നമ്മൾ പ്രീവിയസ് ആർട്ടിക്കിളെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ടാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു. സോ മയന്മാറിലെ സൈനിക അട്ടിമറിയും അവിടുത്തെ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റും എല്ലാം തന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്ന് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻ്റർനാഷണൽ ഒഫീഷ്യൽസിൻ്റെ ഡേറ്റാസ് നോക്കുവാണെങ്കിൽ ഈ ഒരു മിസോറാം ബോർഡറിൽ വരുന്ന എത്നിക് ഗ്രൂപ്പാണ് ചിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസോറാമിലെ മീസോസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്നിക് ഗ്രൂപ്പുകളാണ്. സോ ഈ ഒരു ചിൻ ഗ്രൂപ്പിൻ്റെ ആ ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ കൊണ്ട് ആ ഒരു മയന്മാറിലെ ആർമിയുടെ ക്യാമ്പുകൾ ഇവരെന്ത് ചെയ്തു, ക്യാപ്ചർ ചെയ്തായിരുന്നു. ഇതിന് ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു മയന്മാറിലുള്ള ആർമീസ് ഇവർക്കെതിരെ തിരിച്ച് അടിക്കുമില്ലേ. സോ ഇവിടെ ഈ ഒരു റീജിയനിൽ വളരെ വയലൻസ് ആണ് എസ്കലേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എയർ സ്ട്രൈക്കും കാര്യങ്ങളും എല്ലാം ഈ ഒരു ബോർഡറിൽ നടക്കുന്നുണ്ട്. സോ ഈ ഒരു മാപ്പിൽ ആ ഒരു ചിൻ റീജിയൻ്റെ ആ ഒരു ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ മിസോറാമുമായിട്ട് ബോർഡർ വരുന്ന റീജിയനാണ് ഇല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവിടെയുള്ള ജനങ്ങൾ മിലിറ്ററിയുടെ ഈ ഒരു ഒഫെൻസീവായിട്ടുള്ള ആക്ഷൻസ് കാരണം നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. സോ ഏകദേശം 11,500 മയന്മാർ നാഷണൽസാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് ഇതുവരെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു റീജിയനിൽ ബോർഡർ റീജിയനിലെല്ലാം തന്നെ ആംഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൗണ്ടിൽ നിന്നും വീണ്ടും കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള റെഫ്യൂജീസ് നമ്മുടെ ഈ ഒരു മിസോറാം റീജിയനിലേക്ക് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺ ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ ഈ ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലുള്ള റെഫ്യൂജി ക്രൈസിസ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. മോദി ബൈഡൻ ടോക്ക് ഓഫ് എ ന്യൂ ഫേസ് ഇൻ റിലേഷൻ. സോ ഒരു ഇമേജിൽ തന്നെ കാണാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, US പ്രസിഡന്റ് ജോ ബൈഡൻ ഉണ്ട്. സോ ഇന്ത്യയുടെയും US-നും ഇടയിലുള്ള ബൈലാറ്ററൽ ടോക്സ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ ടൈസ് തന്നെയാണ്. സോ ഒരുപാട് ഇന്ത്യൻ ഡയസ്പോറ എവിടെയുണ്ട്, US-ലുണ്ട്. സോ പീപ്പിൾ ടു പീപ്പിൾ ടൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസിനെ പറ്റിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻസിനെ പറ്റിയും പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത് ഇൻഡോ പസഫിക്കിലുള്ള സ്റ്റെബിലിറ്റി തന്നെയാണ്. സോ കോഡ് ഗ്രൂപ്പിങ്ങിലുള്ള പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ കോഡ് ഗ്രൂപ്പിങ്ങുമായിട്ടുള്ള ഡിസ്കഷൻസ് വരുമ്പം ഒബിയസ്ലി ചൈനയുടെ അഗ്രഷനുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, റീസെൻ്റായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സർവേസ് വന്നിട്ടുണ്ട്, IPCC റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഡിസാസ്റ്ററും ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നമ്മൾ കുറച്ചാലും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എഫക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു
എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വൾണറബിൾ പൊസിഷനിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങർ ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ലൈൻ ഉണ്ട്. സോ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസും ഈ ഒരു ബൈലാറ്ററൽ ടോക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്.